അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല. പ്ലീസ് കം. താങ്ക് യു. ഞാൻ ഇതുവഴി പോയപ്പോ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ആരാണെന്ന് നോക്കാമെന്ന് വെച്ചു. എന്തേ പോകാതിരുന്നത്? കമ്പ്യൂട്ടറിൽ ഡേറ്റ ഫീഡ് ചെയ്തപ്പോൾ കോഡ് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു. ക്ലിയറൻസ് കിട്ടിയില്ല. കമ്പ്യൂട്ടറിനും തെറ്റ് പറ്റാം. യാത്രയ്ക്കൊരുങ്ങി വരുമ്പോൾ ക്ലിയറൻസ് കിട്ടാതിരിക്കുക. നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം. Will you have a drink? No thanks. I'm on duty. Okay. മിസ്റ്റർ വിനോദ്, ഇവിടെ ഇതാ ഒരു കീ കിടക്കുന്നു. Is it yours? എന്റെ കീ ഇവിടെ തന്നെയുണ്ട്. ഐ എം സോറി മിസ്റ്റർ വിനോദ്, ഇത് എന്റെ കീ തന്നെയാ. ഇതാ ഇത് കണ്ടോ? വെളിയിൽ വെച്ചാകാതിരുന്ന ഭാഗ്യം. വീട്ടിനകത്ത് കയറാൻ പറ്റാതായി പോയനെ. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ലെതർ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നില്ലേ? ബ്രൗൺ ഇൻ കളർ. ഉണ്ടായിരുന്നു. എന്താ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുപോലൊരു ബ്രീഫ് കേസ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 50,000 രൂപയും. അത്ര ഒന്ന് നിങ്ങളുടെ കയ്യിൽ കണ്ടതായി ഓർമ്മയുള്ളതുകൊണ്ട് ചോദിച്ചതാ. യെസ്, എന്റെയും ബ്രൗൺ ബ്രീഫ് കേസ് നഷ്ടപ്പെട്ടിരിക്കുക. എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് എന്റെ സംശയം. പക്ഷെ അതിനകത്ത് രൂപ കഷ്ടിച്ച് 5,000 കാണൂ. എന്തേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? മനസ്സ് സ്വസ്ഥമാണെങ്കിലല്ലേ സാർ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. യെസ്, there you are right. രേഖയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്കൊന്നിനും തോന്നുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് കോൺഫറൻസിന് ലെറ്റർ വന്നപ്പോ പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ അല്പമെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയ. എക്സ്ക്യൂസ് മീ. Carry on. ഹലോ. യെസ്, വിനോദ് മേനൻ ഹിയർ. സം ഇമിഗ്രേഷൻ പ്രോബ്ലംസ്. ഉടനെ ശരിയാവും തോന്നുന്നു. വൈകിട്ട് കാണാം. യെസ്, I'll be there at sharp 7, okay? ഹലോ സർ. ഹലോ. ഓക്കെ മിസ്റ്റർ മേനോൻ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. മേ ഐ ടേക്ക് ലീവ് ജെന്റിൽമെൻ? അജിത്, എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും. സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണ് മൊത്തം നാട് വിടാൻ പോയനല്ലോ നീ. പാവൻ രേഖ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ജയിലിൽ കഴിയാണ്ടവൾ. നീയും രേഖയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണമാ രേഖ ജയിലിലായത്. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഇവിടെ കയറ്റിയതാണ് എന്റെ തെറ്റ്. കൊള്ളാം, യുവർ ആക്ടിംഗ് ഈസ് എക്സലന്റ്. രേഖയെ കൊല്ലാൻ വേണ്ടി നീ അയച്ച വാടക കൊണ്ടല്ലടാ റോബർട്ട്, യു ബാസ്റ്റർഡ്. What the hell do you mean? ഞാൻ എന്റെ രേഖയെ ഇതല്ലേ മിസ്റ്റർ മേനോൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾ കാണാതായെന്ന് പറഞ്ഞ ബ്രീഫ് കേസ്? എന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്?
ഐ എം സോറി സർ. ഇനി ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. റോബർട്ട് കൊല്ലപ്പെട്ട രാത്രി ഞാൻ ക്ലബിൽ നിന്നെത്തുമ്പോൾ ഈ ബ്രീഫ് കേസ് അയാളുടെ ബോഡിക്കരിയിലുണ്ടായിരുന്നു. റോബർട്ടിന് കൊടുക്കാൻ വെച്ച പണമാണ് ഇതിലെന്ന് രേഖ പറഞ്ഞപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് ഞാനിത് മാറ്റി. അല്ലെങ്കിൽ എന്റെ രേഖയ്ക്കെതിരായുള്ള ആദ്യത്തെ തെളിവാകുമായിരുന്നു ഇത്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സർ. നോ നോ ഇൻസ്പെക്ടർ, ഹി ഈസ് ലൈങ്. എല്ലാത്തിന്റെയും ബില്ല് നീയാണ്. രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ച പണമെടുത്തത് നീയാ. രേഖയെ കൊല്ല റോബർട്ടിന് അയച്ചത് നീയാ. ഐ നോ യു ആർ ദ കൾപ്രിറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഈ കാണിക്കുന്നത് മിസ്റ്റർ അജിത്? ബിഹേവ് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് ഗോ ഔട്ട്. ഓ, അപ്പൊ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒത്തുകളിയാണല്ലേ? പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും ആവാമല്ലോ. യു പീപ്പിൾ ആർ റിയൽ ഹിപ്പോക്രറ്റ്സ്. മിസ്റ്റർ മേനോൻ, ഞാൻ എന്റെ ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വന്നതാ. ഓക്കെ, സി യു. சார், நான் உள்ள போறேன் தீரராகவன், நீங்க வெயிட் பண்ணு. சரி சார். நீங்க ரெண்டு பேரும் ஸ்டேஷனுக்கு போ. சார். സിദ്ദീഖ്, അവരെ അയച്ചേക്കൂ. നിങ്ങൾ ഇവരെ പോയില്ലേ? ഇല്ല സാർ. എന്താ വേണ്ടത്? രേഖ നിരപരാധിയാ. എങ്ങനെ അവളെ രക്ഷിക്കണം? പെട്ടെന്നുള്ള ഇമോഷണൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി സാർ. വരൂ. വരൂ. എന്താ സാർ ഫ്രണ്ട് ഡോർ തുറക്കാതിരുന്നത്? നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വീടിന്റെ കീ കാണുമല്ലോ, അത് ഉപയോഗിച്ച് തുറക്കാമായിരുന്നില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നോക്കട്ടെ. ഈ കീ നിങ്ങളുടേതല്ലേ? അതെ, പക്ഷെ അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. തീരരാഘവൻ, இந்த பேக் ஸ்டேஷன்ல கொண்டு போய் சித்தி கையில கொடுத்துடு. சரி சார்.
നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. ശ്രദ്ധേ, വിനോദ് ഇപ്പോഴും എവിടെ എത്തും? എന്നെ കുറിച്ച് ഓവർകോട്ടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ സ്ഥലത്തില്ല എന്ന് മാത്രം പറയുക. ആ ഹാൻഡ് ബാഗും താക്കോലും കൊടുത്ത് ഏൽപ്പിക്കുക. അത് കിട്ടിയതായി റെസിറ്റ് എഴുതി വാങ്ങിക്കുക. ഓക്കെ? എന്താ സാർ ഇതൊക്കെ? ഓവർകോട്ട്, ഹാൻഡ് ബാഗ്, കീ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെയിറ്റ്. ഈ കോട്ട് വിനോദിന്റേതാണ്. ഈ താക്കോലു. ഇത് കിട്ടാൻ വേണ്ടി ഇന്ന് വൈകിട്ട് ഞാൻ വിനോദിന്റെ കോട്ട് മാറ്റിയെടുത്തു. ഓവർകോട്ട് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയ വിനോദ് സ്റ്റേഷനിൽ പോയി ഹാൻഡ് ബാഗുമായി ഉടനെ തിരിച്ചു വരും. പക്ഷേ ആ ഹാൻഡ് ബാഗിലുള്ള കീ കൊണ്ടും ഈ ഡോർ തുറക്കാനാവില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ കീ മരിച്ചുപോയ റോബർട്ടിന്റെ വീടിന്റേതാണ്. അപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കീ? ജസ്റ്റ് എ മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കീ. അതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് തന്നെ ഈ കീയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നോക്കാനാണ്. ഈ റോബർട്ടിന്റെ താക്കോൽ രേഖയുടെ ബാഗിൽ എങ്ങനെ വന്നു? ഈ കേസിന്റെ തുടക്കം മുതലേ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്റെ സംശയം മുഴുവൻ അന്നേ വിനോദിലായിരുന്നു. അയാൾ ഇല്ലാതിരുന്നൊരു ദിവസം രേഖയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് ഞാൻ ഈ വീട്ടിൽ വന്നു. ഈ ഡോർ തുറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചിരിക്കാമെന്നൊരു മിന്നലാട്ടം പോലെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഉടനെ തന്നെ ഞാൻ റോബർട്ടിന്റെ വീട്ടിലേക്ക് പോയി. ആ കീ ഉപയോഗിച്ച് റോബർട്ടിന്റെ വീടിന്റെ ഡോർ തുറക്കാൻ ഞാൻ നോക്കി. കറക്റ്റ്, അത് റോബർട്ടിന്റെ കീ ആയിരുന്നു. രേഖയുടെ കീ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വന്നു. വീടിന്റെ പുറത്തും മറ്റും പരിശോധിച്ചു. അങ്ങനെ മുൻവശത്തെ ഫ്ലവർ വേസിന്റെ അടിയിൽ നിന്നും എനിക്ക് ഈ വീടിന്റെ ഒറിജിനൽ കീ കിട്ടി. ആ കീ വെച്ച് ഞാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. ഈ വീട് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്തു. ഒടുവിൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ഈ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടി. മിസ്റ്റർ മേനോന്റെ മരണം മുതലേ എനിക്ക് വിനോദിനെ സംശയമുണ്ടായിരുന്നു. ഫോട്ടോസ് കിട്ടിയ അന്ന് തന്നെ വേണമെങ്കിൽ വിനോദിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. മിസ്റ്റർ മേനോനെ കൊല ചെയ്ത അതേ റോബർട്ടിനെ തന്നെയാണ് രേഖയെ കൊലപ്പെടുത്താനും വിനോദ് കണ്ടെത്തിയത്. അതിനയാൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗപ്പെടുത്തിയിരിക്കാം. ഐ മീൻ എ ബ്ലാക്ക്മെയിൽ ഹിയർ. ന്യൂ ഇയർ നൈറ്റിൽ റോബർട്ടിന് വീട്ടിൽ കടന്നു വരാൻ രേഖയുടെ ഹാൻഡ് ബാഗിലെ കീ എടുത്ത് വിനോദ് ഫ്ലവർ വേസിനടിയിൽ വെച്ചു. എല്ലാം പ്ലാനിംഗ് പോലെ നടന്നു. ഫ്ലവർ വേസിനടിയിൽ നിന്നും കീ എടുത്ത റോബർട്ട് വീട്ടിനകത്ത് കിടന്ന് രേഖയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചു പോകുമ്പോൾ
പഴയപടി കീ ഫ്ലവർ വേസിന് അടിയിൽ വെക്കണമെന്നായിരുന്നു വിനോദിന്റെ നിർദ്ദേശം. ഇവിടെയാണ് റോബർട്ടിന് തെറ്റുപറ്റിയത്. ഡോറ് തുറന്ന് കീ ഫ്ലവർ വേസിന് അടിയിൽ വെച്ചതിന് ശേഷമാണ് റോബർട്ട് വീട്ടിനകത്ത് കയറിയത്. അക്കാര്യം വിനോദിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചു കിടന്ന റോബർട്ടിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന അയാളുടെ കീ എടുത്ത് ഹാൻഡ് ബാഗിനുള്ളിൽ ഇട്ടത്. അത് രേഖയുടെ കീ ആണെന്ന വിശ്വാസത്തിൽ. I am sorry, Mrs. Rekha. Your husband is a born habitual criminal. കീ എന്റേതാണ്. Congratulations, Inspector. Will you have a drink? On duty. Oh, I remember. So then it's a key you want. Hmm? Thank you. You cannot escape. No! Give me a pistol, or else I'll shoot to kill her. The final scene is over. ഇനിയും എല്ലാം അഡ്മിറ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. Yes, I admit. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയവനാണ് ഈ വിനോദ് മേനൻ. ആത്മവിശ്വാസം, അത് മാത്രമായിരുന്നു എന്റെ ക്യാപിറ്റൽ. വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ. ഞാൻ തോൽക്കുന്ന ആദ്യത്തെ അവസാനത്തെയും കളിയാണിത്. തെറ്റിന്റെ വഴിയിലൂടെ ഏറെ പോയവനാണ് ഞാൻ. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആർക്കും എന്നെ തിരുത്താനും കഴിയില്ല. നിനക്ക് പോലും. ഐ എം സോറി. മിടുക്കനായ ഇൻസ്പെക്ടർ, നിങ്ങളുടെ മുന്നിൽ
നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല, തോറ്റു തരില്ല.